ദിവസം ശാന്തിമോളെ കോൺവെന്റിൽ ചേർത്തു. പിന്നീട് ഈ വീട്ടിൽ അന്തിയുറങ്ങിയ പെണ്ണുങ്ങൾക്ക് കണക്കില്ല. ഇപ്പോഴത്തെ മാനേജർ രാജഗോപാലനാണ് കൊണ്ടുവരിക. പാതിരാക്ക് പുലരുന്നതിന് മുമ്പ് അവറ്റ പോവുകയും ചെയ്യും. എന്നാൽ ഇവൾ പോയില്ല. പിന്നീട് ഒരുത്തി അതിനകത്ത് കയറ്റിയതുമില്ല. മുതലാളി മരിക്കുന്നവരെ. മരിച്ചതല്ല, ഇവൾ കൊന്നതാണെന്ന് പറഞ്ഞു കേൾക്കുന്നത്. എന്തൊരു ശക്തനായിരുന്നു മുതലാളി. അങ്ങേർക്ക് പോലും ഇവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. മരിക്കുന്നതിന് മുൻപ് എനിക്കൊരാഗ്രഹമേ ഉള്ളൂ. എന്റെ ശാന്തിമോളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്തും. ഞാനാണ് നിന്നെ ഇവിടെ നിയമിച്ചത്. വേലമ്മ, ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി. ആ പെണ്ണിനിപ്പോ എങ്ങനെയുണ്ട്? ഒരു വ്യത്യാസവും കാണുന്നില്ല സാർ. കുത്തിവെച്ചാൽ കുറെ നേരം മയം കിടക്കും. പിന്നെയും പഴയ നില തന്നെ. ആ ഡോക്ടർ ഒന്നിനും കൊള്ളില്ല സാർ. എങ്കിൽ ആ ചികിത്സ നമുക്ക് തന്നെ ഏറ്റെടുക്കണം. ഇനി താമസിച്ചാൽ പറ്റില്ല. മനസ്സിലായോ? ശാന്തിമോളെ, ഞാനാണ് മോളെ. ഞാനാണ് വേലയ്യ. അല്ല, വേലപ്പൻ. വേലപ്പനോ? വേലപ്പൻ. മോളെ, അവര് വരുന്നതിന് മുമ്പ് എന്നെ രക്ഷിക്കൂ. എനിക്ക് വയ്യ. പ്ലീസ്, അവര് വരുന്നതിന് മുമ്പ് എന്നെ രക്ഷിക്കൂ. പ്ലീസ് വേലപ്പ. അമ്മേ, അയ്യോ 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 എന്റെ പൊണ്ണു സാറേ, അയ്യോ എന്റെ പൊണ്ണു സാറേ, എന്നെ തല്ലരുത് സാറേ. ഞാൻ മരുന്ന് വാങ്ങിച്ച് മുറിക്കാൻ ഇരുന്നപ്പോ അവിടെ ആരും കണ്ടില്ല. എനിക്ക് വെള്ളമില്ലാത്ത കുഞ്ഞല്ലേ ഏതാണ്ടൊക്കെ പറഞ്ഞു. അയ്യോ അയ്യോ എന്റെ പൊണ്ണു സാറേ, തന്നെ ശരീരത്തിന് തീരെ വയ്യ. നിന്റെ അസുഖം ഞാൻ മാറ്റാടാ. ഇനി മേലാൽ ഈ മുറിക്കകത്ത് കയറരുത്. വേലമ്മ, നീ എവിടെയായിരുന്നു? ഞാൻ എന്താ അത് കയ്യില്? കാണട്ടെ, കാണിക്കാൻ. മരുന്ന് ഡോക്ടർ ശാന്തിക്ക് നിർദ്ദേശിച്ചായിരിക്കും. അതോ മറ്റുവല്ലവൻ തന്നേക്കാണ്? കുഞ്ഞിന് ഉറക്കം കിട്ടാൻ രാജഗോപാലന്റെ സഹായം അല്ലേ? ശാന്തി ഒരിക്കലും ഉണരാത്ത വിധത്തിൽ ഉറക്കിക്കിടത്തേണ്ടത് എന്റെ ആവശ്യമാണ്. അതിനല്ലേ ആ ഡോക്ടർ ഇവിടെ വരുന്നത്. അതിന്റെ ഇടയ്ക്ക് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇത്തരം വിട്ടിത്തനങ്ങൾ കാണിച്ചാൽ അതിന്റെ ശിക്ഷ എന്താണെന്ന് വേലമ്മയ്ക്ക് അറിയാമോ? മരണം വരെ ജയിലിൽ കഴിയുക, അല്ലെങ്കിൽ കൊലമരത്തിൽ കയറുക. വേലമ്മയ്ക്ക് ഇഷ്ടമാണ് കണ്ണു തുറച്ച് നാക്കുനീട്ടി കൊലമരത്തിൽ കയറാൻ? അല്ല. എങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. നാളെ മുതൽ രാമുണ്ണി ഉണ്ടായിരിക്കും വേലയിന് പകരം തന്നെ സഹായിക്കാൻ. പൊയ്ക്കോളൂ. എനിക്ക് വേണ്ട. മര്യാദക്ക് അനുസരിക്കുന്ന നല്ലത്. ഇല്ല. തൊട്ടുപോരുത് രാമുണ്ണി. എന്നെ തടയാൻ മാത്രം നീ വളർന്നു. അവനെ പിടിച്ച് മാറ്റൂ.
നിങ്ങൾ നോക്കി നിന്നു. തിരിച്ചു തല്ലാൻ പോലും നിങ്ങളുടെ ആളുകൾ എന്നെ അനുവദിച്ചില്ല. രാമുണ്ണിയുടെ രക്ഷയെ ഓർത്താണ് ഞാൻ അങ്ങനെ ചെയ്തത്. വീരേന്റെ ശക്തി നിനക്കറിയില്ല. എനിക്കറിയേണ്ടത് ഈ വീട്ടിൽ യജമാനായിരുന്നാണ്. നിങ്ങളോ വീരയനോ അതോ ആ രാജഗോപാലനോ? നിന്റെ ചോദ്യങ്ങൾക്കൊന്നും പെട്ടെന്ന് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ പറയുന്നതാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നാൽ അതിലും വലിയ ശിക്ഷയാണ് ഇവിടെ. എന്തിനാണ് നിങ്ങളെന്നെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് ഞാനാണ്. ഒരു സ്ത്രീയും ചെയ്യാൻ പാടില്ലാത്ത കടും ക്രൂരത ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ നിലനിൽപ്പിന് വേണ്ടി. എന്നാലും രാമുണ്ണിയെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിന്റെ ശരീരത്തിൽ ഒരു പോരലേൽക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട് രാമുണ്ണി. എന്നോട് ക്ഷമിക്കൂ. രാഗസംഗമം രാമുണ്ണി മാറി നിൽക്ക്. എന്നെ തുടരുത് രാമ. വിടണേ രാമുണ്ണി, വിടണേ, വിടാനാ പറഞ്ഞത്. രാമുണ്ണി, എടാ നീ എന്നെ മറ്റൊരു ശ്രീദേവി കുഞ്ഞമ്മയാണെന്ന് കരുതിയല്ലേ? ഒരിക്കൽ ഒരു ദുർബല നിമിഷത്തിൽ നീ കീഴ്പ്പെടുത്തിയത് രക്തവും മാംസവും തുടിക്കുന്ന പച്ചയായ ഈ ശരീരത്തെയാണ്. ഇനി എന്നിലെ സ്ത്രീത്വം ഒരിക്കലും നിനക്ക് വഴങ്ങിത്തരില്ല. ഇനി എന്നിലെ സ്ത്രീയെ ജയിക്കാൻ നിനക്കെന്നല്ല ഈ ലോകത്ത് ഒരു പുരുഷനും കഴിയില്ല. അതാണ് നിന്റെ മോഹമെങ്കിൽ എനിക്ക് പോരാവുന്നത്. I said you get out. ശാന്തി, ശാന്തി, ശാന്തി! ഇല്ല, നിന്നെ ഞാൻ മരിക്കാൻ അനുവദിക്കില്ല. നീ എന്തിനാണ് ചാവാൻ പോകുന്നത്? ജീവിക്കാൻ എനിക്ക് അർഹതയില്ല. നീ ജീവിക്കണം. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ഞാൻ ജീവിക്കണം? നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ എതിർത്ത് തോൽപ്പിക്കാൻ എനിക്കതിന് കഴിയില്ല. കഴിയും. നീ ആരെയാണ് ഭയപ്പെടുന്നത് അവരെ നേരിടാൻ നിന്നോടൊപ്പം ഞാനുണ്ടാകും. വേണ്ട, എന്റെ വഴിക്ക് എന്നെ വിട്ടേക്കോ. ശാന്തി, ശാന്തി, ഇപ്പോ ആ പേര് മാത്രമേ ഉള്ളൂ എനിക്ക്. എന്റെ ജീവിതത്തിലെ ശാന്തിയെല്ലാം എന്നെ എനിക്ക് നഷ്ടപ്പെട്ടു. ചെറുപ്പത്തിൽ അമ്മ മരിച്ചു. പിന്നീടെല്ലാം എന്റെ അച്ഛനായിരുന്നു. എന്തിനാണ് കരയുന്നേ? അമ്മയെ ഓർത്താണോ? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. വരും മോളെ, നമുക്ക് പോവാം. എങ്ങോട്ടാ അച്ഛാ? മോളെ, അച്ഛൻ കോൺവെന്റ് ചേർക്കാൻ പോവാ. മോള് ഇന്നു മുതൽ ഇവിടെയാ താമസിക്കാൻ പോകുന്നു. അപ്പൊ അച്ഛനും? അച്ഛൻ കൂടെ കൂടെ വന്ന് മോളെ കാണാൻ. നീ പഠിച്ചു മിടിക്കാവണം കേട്ടോ. ചെല്ലു, സിസ്റ്ററോട് ചെല്ലു. വാ മോളെ. അന്നൊക്കെ എന്റെ അച്ഛൻ കൂടെ കൂടെ കോൺവെന്റിൽ വരുമായിരുന്നു എന്നെ കാണാൻ. എന്നാൽ ഞാൻ മുതിർന്നപ്പോൾ എന്റെ അച്ഛൻ എന്നിൽ നിന്ന് അകന്നുപോയി. അതിന് കാരണക്കാരി